മനുഷ്യനല്ല, ദൈവം നേരിട്ട് നട്ട മരം ഏതാണെന്നറിയാമോ? ലെബാനോനിലെ ദേവദാരു. ഭൂമിയിൽ സാക്ഷാൽ ദൈവം സ്വന്തം കൈകളാൽ നട്ടുപിടിപ്പിച്ച ഒരു അത്ഭുത മരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ആകാശത്തോളം ഉയരത്തിൽ ദൈവത്തിന്റെ ഗാംഭീര്യമായി നിൽക്കുന്ന ലെബനോനിലെ ദേവദാരുക്കൾ. സങ്കീർത്തനം 104 അധ്യായം 16 വാക്യം പറയുന്നത് നോക്കൂ. ഇത് മനുഷ്യൻ നട്ടതല്ല, കർത്താവ് നേരിട്ട് നട്ടുപിടിപ്പിച്ചതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ മരത്തിന് ഇത്രയേറെ പ്രത്യേകതകളുള്ളത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നതുപോലെ സോളമൻ രാജാവ് തന്റെ പ്രൗഢമായ കൊട്ടാരവും വിശുദ്ധമായ ദൈവാലയവും പണിയാൻ എന്തുകൊണ്ടാണ് ഈ മരം തന്നെ തിരഞ്ഞെടുത്തത്? അതിനൊരു നിഗൂഢമായ രഹസ്യമുണ്ട്. ഈ മരത്തിന്റെ ഉള്ളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ദിവ്യ സുഗന്ധം ഒരു കവചം പോലെ ഇതിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടുതന്നെ ഒരു മാരക ഫംഗസിനോ ചിതലിനോ ഈ രാജകീയ വൃക്ഷത്തെ കാർന്നു തിന്നാൻ കഴിയില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ ഈ മരത്തിന്റെ അത്ഭുതകരമായ സൗന്ദര്യത്തെക്കുറിച്ച് ദൈവം വ്യക്തമായി വിവരിക്കുന്നുണ്ട്. സങ്കീർത്തനം 92-ാം അധ്യായം 12-ാം വാക്യം നൽകുന്ന ഉറപ്പ് എത്ര വലുതാണ്! നീതിമാൻ ലെബനോനിലെ ദേവദാരുവിനെപ്പോലെ വളരും. ചുറ്റുമുള്ള ലോകം തിന്മകളാൽ നശിക്കുമ്പോഴും അശുദ്ധിയാകുന്ന ഫംഗസ് ബാധിക്കാതെ ദൈവത്തിന്റെ സുഗന്ധം പരത്തി തലയുയർത്തി നിൽക്കാൻ ഈ മരം നമുക്കൊരു വലിയ പാഠമാണ്. നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ തോട്ടത്തിലെ ഇതുപോലൊരു രാജകീയ വൃക്ഷമായി മാറട്ടെ. ദൈവീകമായ ഈ സത്യം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കല്ലേ.